ഹായ് ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു ഗുഡ് ന്യൂസ് ആയിട്ടാണ്. ഇൻസ്റ്റാഗ്രാമിലെ മോണിറ്റൈസേഷനെ കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. മിക്ക ആൾക്കാരും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യുന്നവരായിരിക്കും, ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളവരായിരിക്കും. അവർക്കൊക്കെ ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിനെ പോലെയും ഫേസ്ബുക്കിനെ പോലെയും ഇൻസ്റ്റാഗ്രാമിനകത്തും മോണിറ്റൈസേഷൻ ഉണ്ട്. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്തുകൊണ്ട് തന്നെ പൈസ ഉണ്ടാക്കാം എന്നാണ് പറയുന്നത്. അത് ഇന്ത്യയിൽ ഇതുവരെ പ്രാവർത്തികമായി വന്നിട്ടില്ല. പക്ഷേ ഇത് മോണിറ്റൈസേഷൻ ആവണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെക്കണം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിനകത്ത്. അതായത് നമ്മുടെ അക്കൗണ്ട് പ്രൊഫഷണൽ അക്കൗണ്ടാക്കി മാറ്റണം എന്നൊരു പ്രക്രിയയുണ്ട്. അതിനെക്കുറിച്ചാണ്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാനിന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതായിരിക്കും. ഇപ്പോൾ ചെയ്യുന്ന ഈ സ്റ്റെപ്സ് ഇല്ലെങ്കിൽ ഈ പ്രൊസീജിയർ എന്താണെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ ചെയ്തു വെക്കണം. അത് നിങ്ങളുടെ അക്കൗണ്ട് ചെയ്തു വെക്കുന്നത് നല്ലതാണ്. ഇൻ കേസ് ഇന്ത്യയിൽ മോണിറ്റൈസേഷനിൽ അപ്രൂവൽ കിട്ടുവാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് നമ്മുടെ വീഡിയോസിൽ നിന്ന് നമുക്ക് കിട്ടിയ വ്യൂസും ലൈക്കും ഒക്കെ വെച്ചിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടും. നമുക്ക് അതിൽ നിന്നും പൈസ ഏൺ ചെയ്യാൻ പറ്റും എന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് ഹോം പേജ് എടുക്കുക. അതിൽ എഡിറ്റ് പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്തിട്ട് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് അക്കൗണ്ട് എന്ന ഓപ്ഷനാണ് പ്രസ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പം സ്വിച്ച് ടു പ്രൊഫഷണൽ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണും. അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ എഴുതിയിരിക്കുന്നത് ഗെറ്റ് എ ഫ്രീ പ്രൊഫഷണൽ അക്കൗണ്ട് എന്നാണ്. ഇതിനകത്തുള്ള കാര്യങ്ങളെല്ലാം അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏൺ അബൌട്ട് യുവർ ഫോളോവേഴ്സ് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഇപ്പം ആക്ച്വലി ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മളുടെ അക്കൗണ്ട് പബ്ലിക് അക്കൗണ്ട് ആക്കാനുള്ളതാണ് കേട്ടോ. പ്രൈവറ്റായിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല. നമ്മുടെ അക്കൗണ്ട് പ്രൈവറ്റിലാണെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ ഒരിക്കലും കിട്ടില്ല. പബ്ലിക് ആക്കണം. പബ്ലിക് ആക്കിയാലേ മോണിറ്റൈസേഷൻ കിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ കാണിച്ചിരുന്നത് പുതിയൊരു അക്കൗണ്ടിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കേട്ടോ. എല്ലാ സ്റ്റെപ്പും പുതിയൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിനകത്താണ് ഞാൻ കാണിച്ചു തരുന്നത് എന്തൊക്കെ സ്റ്റെപ്സാണെന്നുള്ളത്. അതിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഇത് വായിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പ്രസ് ചെയ്യേണ്ടത് കണ്ടിന്യൂ എന്നുള്ള ആ ബട്ടണാണ്. അത് പ്രസ് ചെയ്യുമ്പം ഇങ്ങനെ വരും, വാട്ട് ബെസ്റ്റ് ഡിസ്ക്രൈബ് യു എന്ന് പറയുന്നത്. നിങ്ങൾ ബ്ലോഗറാണോ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ആണോ, ഡിജിറ്റൽ ക്രിയേറ്റർ ആണോ, എഡ്യൂക്കേഷൻ പർപ്പസിനാണോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നത്, അതോ പേഴ്സണൽ ബ്ലോഗാണോ ചെയ്യുന്നത്, റൈറ്റർ ആണോ, എഡിറ്റർ ആണോ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ പേഴ്സണൽ ബ്ലോഗ് എന്നാണ് സെലക്ട് ചെയ്തത്. സെലക്ട് ചെയ്തിട്ട് ഡൺ എന്ന് കൊടുക്കുക. അപ്പോൾ ആർ യു എ ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് വരും. അതിൽ നിങ്ങൾ ബിസിനസ് പർപ്പസിനാണെങ്കിൽ ബിസിനസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ക്രിയേറ്റർ ആണെങ്കിൽ നോർമലായിട്ടുള്ളതാണെങ്കിൽ ക്രിയേറ്റർ എന്ന് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് യുവർ പ്രൊഫൈൽ. ഇത് ഞാൻ പുതിയതായിട്ട് തുടങ്ങിയത് കൊണ്ടാണ് ഇതിനകത്ത് ഇങ്ങനൊരു ഓപ്ഷൻ വന്നത്. നിങ്ങളുടെ അതിനകത്ത് വരത്തില്ലായിരിക്കും കംപ്ലീറ്റ് യുവർ പ്രൊഫൈൽ എന്ന്. എൻ്റെ പുതിയതായതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ആക്ച്വലി ഇതിന് 5 സ്റ്റെപ്പാണുള്ളത്. കംപ്ലീറ്റ് യുവർ പ്രൊഫൈൽ ഫസ്റ്റ് സ്റ്റെപ്പ്, പിന്നെ ഗെറ്റ് ഇൻസ്പയർഡ് എന്ന് പറയുന്നത്, ഗ്രോ യുവർ ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഷെയർ കണ്ടൻറ്റ് ടു വ്യൂ ഇൻസൈറ്റ്, പിന്നെ എക്സ്പ്ലോർ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 5 സ്റ്റെപ്പാണ് മൊത്തത്തിൽ ഈ പ്രൊഫഷണൽ അക്കൗണ്ടായിട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഏത് അക്കൗണ്ടിലാണേലും പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കാൻ ഇങ്ങനെ ഈ 5 സ്റ്റെപ്പ് ചെയ്യണം കേട്ടോ. ചെയ്ത് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി കംപ്ലീറ്റ് ആണെങ്കിൽ അത് ഓരോ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഫസ്റ്റുള്ള കംപ്ലീറ്റ് യുവർ പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്തപ്പം ഇങ്ങനെ വന്നായിരുന്നു. അതിൽ ബയോഡേറ്റയുടെ ഇവിടെ ഞാനൊന്നും അടിച്ചില്ലായിരുന്നു. അപ്പം ഞാൻ ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഡൺ എന്ന ഓപ്ഷൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യാനുള്ളത് പ്രൊഫൈൽ പിക്ചർ ആയിരുന്നു. പ്രൊഫൈൽ ഫോട്ടോ ഞാൻ ആഡ് ചെയ്തില്ലായിരുന്നു, അത് ആഡ് ചെയ്തു ലൈബ്രറി പോയിട്ട്. പിന്നെ അവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത് വെബ്സൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അത് ഉണ്ടെങ്കിൽ കൊടുക്കാൻ, ഇല്ലെങ്കിൽ ആവശ്യമില്ല. എന്നിട്ട് ഡൺ എന്ന ഓപ്ഷന് പ്രസ് ചെയ്യുക. അത് കഴിയുമ്പം ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും. അപ്പം കംപ്ലീറ്റ് യുവർ പ്രൊഫൈൽ എന്ന് പറയുന്നത് താഴെ പോയി, കംപ്ലീറ്റഡ് അവിടെ പോയി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഗെറ്റ് ഇംപയർഡ് എന്നുള്ള ഓപ്ഷനാണ്. അതിനകത്ത് നമ്മൾ കുറേ പേരെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. വേണമെങ്കിൽ ആരെങ്കിലുമൊക്കെ ഫോളോ ചെയ്യാം, പോപ്പുലറായിട്ടുള്ള ആൾക്കാരെ ഫോളോ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഡൺ എന്ന് കൊടുക്കാം.
ഫോളോ ചെയ്യാണ്ട് ഡണ്ണെന്ന് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഫോളോവേഴ്സ് ഉണ്ടാവണം എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഡണ്ണെന്ന് കൊടുക്കുമ്പോഴത്തേക്കും ഗെറ്റ് ഇൻസ്പയർഡ് എന്നുള്ളതും താഴെ കംപ്ലീറ്റഡ് ആയിട്ട് പോയി. പിന്നെ ഗ്രോ യുവർ ഓഡിയൻസ് എന്നുണ്ട്, അതിനകത്ത് ഇൻവൈറ്റ് ഫ്രണ്ട്സ് ബൈ വാട്സപ്പ്, അവർക്ക് മെസ്സേജ് അയക്കാം, ഇമെയിൽ ചെയ്യാം, അങ്ങനെ കുറേ പേര് ഇൻവൈറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ഡണ്ണെന്ന് കൊടുക്കുക. അപ്പോൾ അതും പോയി. പിന്നെ ഉള്ളത് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നത് ഉള്ള ഓപ്ഷനാണ്. അത് ഞാൻ പറഞ്ഞു തരാം ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ ഞാൻ പോയത് എക്സ്പ്ലോർ പ്രൊഫഷണൽ ടൂൾസ് എന്ന് പറഞ്ഞിട്ട്, അതിനകത്ത് ഇൻസൈറ്റും ആഡ്സൊക്കെ ഉണ്ട്. നമുക്കതിൻ്റെ ആവശ്യമില്ല. ഇപ്പം നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ ഇൻസൈറ്റ് കാണണമെങ്കിൽ കാണാം. എന്നിട്ട് ഡണ്ണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതും കംപ്ലീറ്റായി. അപ്പം 5-ലെ 4 കംപ്ലീറ്റായി. ഒരെണ്ണം കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, അത് ക്രിയേറ്റ് പോസ്റ്റാണ്. അത് നിങ്ങളുടെ അക്കൗണ്ടിൽ ഓൾറെഡി ക്രിയേറ്റ് പോസ്റ്റ് ചെയ്തവർക്ക് കുഴപ്പമൊന്നും വരത്തില്ല. അത് ആ ഓപ്ഷൻ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണിക്കും. പക്ഷേ ഇത് പുതിയൊരു അക്കൗണ്ട് ആയതുകൊണ്ട് ഇതിനകത്ത് കാണിക്കാത്തതാണ്. ഇതിൽ പറയുന്നത് 3 ഫോട്ടോയോ അല്ലെങ്കിൽ 3 വീഡിയോയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്താലേ ഇത് കംപ്ലീറ്റ് ആവുകയുള്ളൂ, 5ാമത്തെ സ്റ്റെപ്പ്. അങ്ങനെ 3 വീഡിയോയോ 3 ഫോട്ടോസോ ഇട്ട് നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ആവും. ഓൾറെഡി ഉള്ള അക്കൗണ്ട് ഉള്ളവർക്കാണെങ്കിൽ അതിൻ്റെ ആവശ്യം വരത്തില്ല. ഓൾറെഡി നമ്മൾക്ക് 3 അല്ല അതിൽ കൂടുതൽ ഫോട്ടോസ് ഓൾറെഡി ഇട്ടിട്ടുണ്ടാകും, വീഡിയോസും റീൽസും ഒക്കെ ഇട്ടിട്ടുണ്ടാകും. അപ്പം അതിൻ്റെ ആവശ്യം വരുന്നില്ല. അത് ഓൾറെഡി കംപ്ലീറ്റഡ് എന്നായിട്ടും കാണിക്കുന്നത്. താഴോട്ട് തന്നെ ആയിരിക്കും കാണിക്കുക. ഇത് പുതിയ അക്കൗണ്ട് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ഇനി ഞാൻ മോണിറ്റൈസ് ആയ ഒരു അക്കൗണ്ട് കാണിച്ചു തരാവേ. അതിനകത്ത് സെറ്റിങ്സിൽ പോയിട്ട് നമ്മൾ ക്രിയേറ്റർ എന്നൊരു ഓപ്ഷൻ പുതിയതായിട്ട് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. അതിൽ പോയിട്ട് മോണിറ്റൈസേഷൻ സ്റ്റാറ്റസ് നോക്കുമ്പം അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാകും, യു ആർ എലിജിബിൾ ഫോർ മോണിറ്റൈസേഷൻ എന്ന്. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ വരുമ്പോൾ നമുക്ക് മെയിൽ വരും, നമ്മൾ മോണിറ്റൈസേഷൻ എലിജിബിൾ ആവും. ഇന്ത്യയിൽ അപ്രൂവ് ആവുന്ന സമയത്ത് നമുക്ക് വരും. ഇങ്ങനെ ചെയ്തു വെക്കുന്നത് നമുക്ക് ബെനിഫിറ്റാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അക്കൗണ്ട് പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇത് ചെയ്തു വെക്കുക. നമുക്കിത് ഭാവിയിൽ യൂസ് ആവും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ.